കോഴിക്കോട് എലത്തൂർ സ്വദേശി വിജിലിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു. വിജിലിനെ കല്ലുകെട്ടി ചതുപ്പിൽ താഴ്ത്തിയെന്ന് പ്രതികൾ മൊഴി നൽകിയ ഇടത്താണ് ഇപ്പോൾ തെളിവെടുപ്പ്. സമീർ സി മുഹമ്മദാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന്. വിവരങ്ങളുമായി സമീർ, എപ്പോഴാണ് തെളിവെടുപ്പ് തുടങ്ങിയത്? എങ്ങനെ അത് പുരോഗമിക്കുന്നു? അല്പസമയം മുമ്പാണ് സരോവരം പാർക്കിനോട് ചേർന്ന ഭാഗത്ത് തെളിവെടുപ്പ് ആരംഭിച്ചത്. ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള നിഖിലുമായാണ് അന്വേഷണ സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. നിഖിൽ, ഈ കാണുന്ന ഈ പ്രദേശത്ത് ഇതിൻ്റെ ഈ റോഡ്, ആ റോഡിനോട് ചേർന്ന ഒരു ഭാഗമാണ്, ചതുപ്പ് നിലമാണ് അവിടെ. ആ ഭാഗത്താണ് ഈ വിജിലിനെ മരണശേഷം അവിടെ കല്ല് കെട്ടി ചവിട്ടി താഴ്ത്തി എന്ന കാര്യം ഈ പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഫോറൻസിക് വിദഗ്ധരുണ്ട്, അതുപോലെ തന്നെ അവിടെ ചതുപ്പാണ്, വെള്ളമുള്ള ഭാഗം കൂടിയാണ്. അതുകൊണ്ട് വെള്ളം അവിടെ നിന്ന് മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള മോട്ടോർ, അതുപോലെ തന്നെ മറ്റ് സാമഗ്രികളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഭാഗത്തേക്ക് ഇപ്പോൾ ഏതാനും തൊഴിലാളികളെ കൂടി എത്തിച്ചിരിക്കുന്നു. ആ മണ്ണ് മാറ്റിക്കൊണ്ടുള്ള വിശദമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് അത്തരമൊരു നടപടികൾ കൂടി ആ ഒരു നടപടിയിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നത്. തൂമ്പ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ മണ്ണ് നീക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനം ഇല്ലാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടെ നടപടിക്രമങ്ങളെ അത് ബുദ്ധിമുട്ടിക്കും എന്നതുകൊണ്ട് മാധ്യമങ്ങളെ അങ്ങോട്ട് വിലക്കിയിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായിട്ടുള്ള തെളിവുകൾ ലഭ്യമാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അവിടെ അസ്ഥികൾ കണ്ടെടുക്കാൻ കഴിഞ്ഞാൽ അത് ഏറെ നിർണായകമാകും. അത്തരത്തിലുള്ള നടപടികളിലേക്കാണ് വിജിൽ കൊലക്കേസിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തുകയാണ്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.